ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മുത്തശ്ശനോട് മനു ചോദിക്കുന്നുണ്ട്, അല്ല മുത്തശ്ശ, ആരാ സ്ത്രീ, എന്തിനാ വന്നേ ചോദിക്കുമ്പോൾ ആ സ്ത്രീ ഒരു ഓർഫനേജ് നടത്തുന്നുണ്ട്. എനിക്കറിയാം മുത്തശ്ശ, എന്നോട് പറഞ്ഞായിരുന്നു. ആ ഓർഫനേജിലേക്ക് ഞാൻ എല്ലാ വർഷവും സംഭാവന ചെയ്യാറുണ്ട്. ഇപ്പം 4-5 വർഷമായിട്ട് ഒരു സംഭാവനയും കൊടുക്കുന്നില്ല. അതുകൊണ്ട് നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. എന്താ മുത്തശ്ശ, നമുക്ക് അടുത്ത ദിവസം തന്നെ ആ ഓർഫനേജ് വരെ പോകണം, ഒരു സംഭാവന കൊടുക്കാൻ. അത് നമുക്ക് എടുത്തിച്ചാൽ പോരെ മുത്തശ്ശ. മുത്തശ്ശിയുടെ കയ്യിൽ അതിനുള്ള പണമുണ്ടോ? എൻ്റെ കയ്യിൽ പണം ശരിക്കും അധികമില്ല, പക്ഷെ നീയും കൂടി സഹായിച്ചാൽ കൊടുക്കാം. ഞാൻ സഹായിക്കാം മുത്തശ്ശ എന്ന് പറയാണ്. ഞാൻ പോയി എത്തിച്ചാൽ പോരെ, അല്ലെങ്കിൽ നമുക്ക് അവരെ ഏൽപ്പിച്ചാൽ പോരെ? വേണ്ട, നമുക്ക് നേരിട്ട് കൊണ്ടേ കൊടുക്കാം. പിന്നെ ഇവിടെ ആർക്കും പറയണ്ട നമ്മൾ അവിടേക്കാ പോണേന്നുള്ള കാര്യം. നമുക്ക് വല്ല ഹോസ്പിറ്റലിൽ പോകണമെന്നോ എന്തെങ്കിലും പറയാം. നീ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആരും സംശയിക്കൂല. ശരി മുത്തശ്ശ, എന്നാൽ അങ്ങനെ ചെയ്യാം എന്ന് പറയാണ്. ഒരുപാട് കടങ്ങളും കടപ്പാടുകളൊക്കെ ബാക്കിയുണ്ട്. അത് തീർക്കാണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ ദരിദ്രനായിട്ട് ജനിക്കേണ്ടി വരും. അതിന് നമുക്കാരുടെ കടമൊന്നുമില്ലല്ലോ മുത്തശ്ശ. ആര് പറഞ്ഞില്ലെന്ന്? ചില കടങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ കടങ്ങളില്ലാത്തവരും കടങ്ങളില്ലാത്തവരോ അതാരാ? ഇപ്പോൾ വന്ന സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് ആരുടെ കടവുമില്ല, ഒന്നുമില്ല. സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു സ്ത്രീ അവർ. എന്തായാലും നമുക്ക് അടുത്തന്നെ ആ ഓർഫനേജ് വരെ പോകണം. ശരി മുത്തശ്ശ എന്ന് മനുവും പറയാട്ടോ. രേവതിയും അലീനയും മമ്മീനെയും കാത്ത് ഇങ്ങനെ വരാതെ നിൽക്കുവാട്ടോ. എന്താ രേവതി, ആരെങ്കിലും വരുന്നുണ്ടോ? ഒരു ഓട്ടോ വരുന്നത് കണ്ടു, പക്ഷെ ഇപ്പോൾ കാണുന്നില്ല. അതേ വരുന്നുണ്ട് എന്ന് പറയാണ്. അപ്പോൾ അതിന് നമ്മുടെ മമ്മി തന്നെ ആയിരിക്കും കേട്ടോ. എത്രയായും ചോദിക്കുമ്പോൾ, അയ്യോ എൻ്റെ മമ്മി അതൊന്നും വേണ്ട എന്ന് ഓട്ടോക്കാരൻ പറയാണ്. അയ്യോ അത് പറ്റില്ല, നിനക്ക് അരി മേടിക്കാനുള്ള പൈസയല്ലേ രാജു, ഇത് വാങ്ങിക്കേ. ഞാൻ ഇവിടെ നിന്ന് ഒരുപാട് അരി വാങ്ങിച്ചിട്ടുണ്ട്, ഇവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ ചോദിച്ചോളാന്നേ. പിന്നെ ഓട്ടോ പൈസ മേടിച്ച് വെച്ചിട്ട് ഇനി ഓട്ടോ വിളിക്കാതെ ഇരിക്കരുത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഓട്ടോക്കാരൻ അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം മമ്മീനെയും കൂട്ടിക്കൊണ്ട് രേവതിയും അതുപോലെ തന്നെ അലീനയും കൂടി അകത്തേക്ക് കയറി പോകുന്നുണ്ട്. രേവതി, മമ്മിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുക്കുക എന്ന് പറയാണ്. രേവതി അടുക്കളയിലേക്ക് പോകുമ്പോൾ അലീന ചോദിക്കണ്ടേ, അല്ല മമ്മി എവിടേക്കായി പോയത്? കുറച്ച് ദൂരെ പാലയിൽ ഒരു സ്ഥലം വരെ പോയതാ. പാല വരെയോ? ഒറ്റക്കോ? ഇത്ര ദൂരമോ? കോട്ടയം വരെ ബസ്സിന് പോയി, പിന്നെ കോട്ടയം വരെ ട്രെയിനിന് പോയി, പിന്നെ ബസ്സിന് പോയി എന്ന് പറയാണ്. എന്തിനാ മമ്മി ഇത്ര കഷ്ടപ്പെട്ട്? ആവശ്യമുണ്ടായിരുന്നു മോളെ എന്ന് പറയാണ്. അപ്പോഴേക്കവിടെ നമ്മുടെ ചിന്നിക്കുട്ടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ. മമ്മി എന്ന് പറഞ്ഞിട്ട് വരാം. മോള് വന്നോ? എവിടെ പോയതായിരുന്നു? ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയാമോ എന്ന് കുഞ്ഞ് ചോദിക്കുമ്പോഴേക്കും, അതെ, ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ ഒരു കരിക്ക് എത്തിക്കണ്ടേ മോളെയും ഒരു സ്ഥലം വരെ എത്തിക്കണം എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് വലുത് വിഷമം തോന്നാണ്. മമ്മി ഇവളെയും എന്ന് പറയുമ്പോൾ, അതെ ഇവളെയും എന്ന് മമ്മിയും തലയാട്ടാട്ടോ. അലീനക്ക് ആകെ വിഷമമാണ്. ആ കുഞ്ഞാണെങ്കിൽ മമ്മീനെ നോക്കി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാവിലെയാണ്. തന്നെ നമ്മുടെ സ്നേഹനികേതനിലേക്ക് ഒരു കാരുണ്യാലയത്തിൻ്റെ വണ്ടി വരുവാട്ടോ. അവിടെ നിന്നൊരു പുള്ളിക്കാരൻ ഇറങ്ങിയിട്ട് അലീൻ്റെ അടുത്ത് ചോദിക്കണ്ട്, ഇതല്ലേ സ്നേഹനികേതൻ പ്രജിതാമ്മ? അമ്മക്ക് തീരെ സുഖമില്ല, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. മമ്മി ദേ ആ മമ്മീനെ കാണാൻ വന്നതാ, ഞാൻ കാരുണ്യാലയത്തിൽ നിന്ന്. മനസ്സിലായി, 6 പേര് ഏറ്റെടുക്കാൻ വന്നതാണല്ലേ? അതെ, ഇവിടെ 6 പേര് തയ്യാറാണോ? ഇപ്പോൾ കാരുണ്യാലയത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്, അല്ലെങ്കിൽ എല്ലാവരും എന്നെ ഏറ്റെടുത്താനേ. സാരില്ല, 6 പേരെ ഏറ്റെടുക്കണ വലിയ കാര്യം എന്ന് പറയാണ്. 8 പേരെ തിരുവനന്തപുരത്തുള്ള ഒരു ഓർഫനേജിലേക്ക് മാറ്റി, 3 പേരെ കൊല്ലത്തേക്കും 2 പേരെ മാറ്റി. ഇനി കുറച്ച് പേരും കൂടി മാത്രമേ ഉള്ളൂ, എല്ലാവരെയും പതുക്കെ മാറ്റി വരുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലീനയും രേവതിയും കൂടി അവിടെയുള്ള വൃദ്ധന്മാർ 6 പേരെയും, അത് വൃദ്ധരാട്ടോ അവരെ എല്ലാം പാക്കൊക്കെ ചെയ്ത് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അലീന പറഞ്ഞത് ഈ മരുന്നൊക്കെ കറക്റ്റായിട്ട് കഴിക്കണം കേട്ടോ എന്നൊക്കെ ഓരോരോ അപ്പന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അപ്പാപ്പൻ പറയേണ്ട, ഷോ മോളെ ഇവിടുന്ന് മരിച്ചാൽ മതിയായിരുന്നു. പ്രജിറ്റാമ്മയെ നിങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തേക്ക് ഞങ്ങളിനി എങ്ങനെ പോകും? ഇവിടത്തെക്കാളും നല്ല ആൾക്കാർ അവിടെ ഉണ്ടാവും, സ്നേഹിക്കാൻ കഴിയുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും, ആർക്കറിയാം എന്നൊക്കെ ആ അപ്പാപ്പൻ പറയാണ്. സാരില്ല, എല്ലാം റെഡിയാവും എന്നൊക്കെ പറഞ്ഞിട്ട് അലീന ആ പാപ്പന്മാരെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ 6 പേര് വണ്ടിയിലേക്ക് കയറ്റുന്ന സമയത്ത് 6 പേര് പ്രജിതാമ്മടുത്ത് പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനു തെറ്റ് ചെയ്തെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങളെ കാണാൻ വരണം എന്നൊക്കെ പറയുമ്പോൾ, ഞാൻ തീർച്ചയായിട്ടും നിങ്ങളെ കാണാനൊക്കെ വരും, ആരും വിഷമിക്കുമെന്ന് വേണ്ടട്ടോ, എല്ലാവരും സുഖമായിട്ടിരിക്കണം, ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വണ്ടിയിലേക്ക് കയറ്റി വിടാണ് പ്രജിതാമ്മ. എല്ലാവരും ടാറ്റയൊക്കെ കൊടുക്കുന്നുണ്ട്. അവർ പോയി കഴിയുമ്പോഴേക്കും അലീന പ്രജിതാമ്മടുത്ത് ചോദിക്കുന്നുണ്ട്, മമ്മി ഇനി നമ്മളെ ഇവരെ കാണോ മമ്മി എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല എന്ന തലയാട്ടാണ് പ്രജിതാമ്മ. അത് കേൾക്കുമ്പോൾ അലീനയ്ക്ക് ആകെ വിഷമമാണ്. അലീന അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ മുത്തശ്ശനും കൂടിയിട്ട് ഒരു സ്ഥലത്ത് തിരുത്തി നമ്മുടെ പ്രജിതാമ്മയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോൾ വഴിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മനു പറയണ്ട, മുത്തശ്ശ ഇതന്നെയല്ലേ വഴി, തെറ്റിയിട്ടൊന്നുമില്ലല്ലോ, ഈ വഴി തെറ്റില്ല മോനെ, ഒരുപാട് പ്രാവശ്യം വന്ന വഴിയല്ലേ എന്ന് പറയാണ്. അങ്ങനെ അവർ സ്നേഹനികേതനിലേക്ക് എത്തുന്നുണ്ട്. മനു ചോദിക്കുന്നുണ്ട്, മുത്തശ്ശ ഇതാണോ സ്നേഹനികേതൻ, ഇന്നലെ വന്ന ആ ചേച്ചിയുടെ? അതെ ഇത് തന്നെയാ മോനെ എന്ന് പറയാണ്. അങ്ങനെ മനു അവിടെ ഇറങ്ങിയിട്ട് അവിടെ മുറ്റമൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ. ആ സമയത്ത് പ്രജിതാമ്മ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരൊക്കെയാണ് വന്നിരിക്കുന്നത്, വരുന്ന കാര്യം ഒന്ന് പറഞ്ഞു പോലും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, പെട്ടെന്ന് വരണമെന്ന് തോന്നി കാറിലേക്ക്
കയറി ഇങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറയുമ്പോൾ മനു പറയുന്നുണ്ട്, അതെ അവിടെ ചേച്ചി വന്നപ്പോഴും ആരോടും പറയാണ്ടല്ലേ വന്നത്, അതുപോലെ ഞങ്ങളും വീട്ടിലാർക്കും പറഞ്ഞില്ല, ഇങ്ങോട്ടേക്ക് വന്നു എന്ന് പറയാണ്. ആ രണ്ടുപേരും വാ കയറി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. ആ സമയത്ത് മുത്തശ്ശൻ ചോദിക്കേണ്ടല്ല, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവരെയും പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ 6 പേര് കൂടിയേ ഉള്ളൂ, ഇനി എനിക്ക് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, ഇന്നോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ ഞാൻ എന്ന് പറയണം. ശേഷം മനുവിനോട് പറയുന്നുണ്ട്, മോനെ നീ ഇവിടെ ഇരിക്കുക, ഞാൻ 6 പേരെയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ, അയ്യോ മുത്തശ്ശ ഞാനും കൂടി വരാം, വേണ്ട മോൻ ഇവിടെ ഇരുന്നോ, ഞാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുക്കാം. ശരി എന്ന് പറഞ്ഞിട്ട് മനുവിനെ അവിടെ തന്നെ മുത്തശ്ശൻ നൈസായിട്ട് ഇരുത്തുക കേട്ടോ. ശേഷം മുത്തശ്ശൻ നമ്മുടെ പ്രജിതാമ്മയുടെ കൂടെ അകത്തേക്ക് കയറി പോവാണ്. മുത്തശ്ശൻ ചോദിക്കേണ്ടത് എല്ലാ ആളെവിടെ, ആളെ കാണണ്ടേ, പിന്നെ അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ഇവിടം വരെ വന്നത്, അല്ല എന്നെക്കുറിച്ച് അവളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ വാക്ക് ഒരിക്കലും ഞാൻ തെറ്റിക്കില്ല, മിടുക്കി അവൾ മിടുമിടുക്കി എന്ന് പറഞ്ഞിട്ട് പ്രജിതാമ്മ നമ്മുടെ അലീനയുടെ അടുത്തേക്ക് നമ്മുടെ മുത്തശ്ശനെ കൊണ്ടുപോകാട്ടോ. അലീനയാണെങ്കിൽ ആ സമയത്ത് ഓരോരോ വൃദ്ധന്മാരെ ഇങ്ങനെ മരുന്നൊക്കെ തേച്ച് കൊടുക്കുകയും അവരുടെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അലീനനെ ദൂരത്ത് വെച്ച് മുത്തശ്ശനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദേ അതാ അലീന എന്ന് പറയാണ്. അടുത്ത് കാണണ്ടേ അവളെ, വേണം എന്ന് പറയാണ്. അലീന മോളെ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞിട്ട് പ്രജിതാമ്മ വിളിക്കുകയാണ്. ആ സമയത്ത് അലീന അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ദേ ഇത് മോളെ കാണാൻ വേണ്ടി വന്നതാ, മോള് പ്രെയർ റൂമിലേക്കൊന്ന് വാട്ടോ എന്ന് പറയാണ്. അങ്ങനെ അലീന അവിടെ നിന്ന് പ്രെയർ റൂമിലേക്ക് വരുന്നുണ്ട്. മുത്തശ്ശൻ അലീനെ കാണുമ്പോൾ എഴുന്നേറ്റ് നിന്ന് പോകുക കേട്ടോ. അപ്പോൾ അതിനു മുമ്പ് പ്രജിതാമ്മ പറയുന്നുണ്ട്, അവളെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറയാണ്. മുത്തശ്ശൻ അലീനെ കാണുമ്പോൾ തന്നെ തൻ്റെ മകളെ പോലെ തന്നെ തോന്നുവാണ്. അലീനെ കാണാൻ എഴുന്നേറ്റ് നിൽക്കണം മുത്തശ്ശൻ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോളെ കാണാൻ വേണ്ടി പാലേന്ന് വന്നതാണ്, ഇദ്ദേഹത്തിൻ്റെ പേര് കുഞ്ഞിരാമൻ മേനോൻ എന്നാണ് എന്ന് പറയാണ്. അപ്പോഴേക്കും അലീന വേഗം അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് നമസ്കരിക്കുക കേട്ടോ. അദ്ദേഹം അലീനെ അനുഗ്രഹിക്കുന്നുണ്ട്. ശേഷം സ്നേഹത്തോടു കൂടി തന്നെ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, മോനെ ദേ കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക, പിന്നെ ഓഫീസ് റൂമിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, അയാൾക്കും കൂടി കുടിക്കാൻ എന്തെങ്കിലും എടുക്കണം എന്ന് പറയാണ്. ശരി മമ്മി എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അലീനെ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് എന്തോ എടുക്കാൻ വേണ്ടി പോകുക കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ മനുവിനെയാണ്. മനു അവിടെ നിൽക്കുന്ന സമയത്ത് അലീന മനുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അലീനെ കാണുന്നത് മനു അത്ഭുതത്തോടെ അലീനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് പറയുന്നുണ്ട് നമ്മുടെ പ്രജിതാമ്മയടുത്ത്, ഒരിക്കലും ഇതാരുടെ മകളാണെന്ന് അവൾ അറിയരുത് എന്ന് പറയാണ്. എൻ്റെ വായിൽ നിന്ന് ആ സത്യം ഒരിക്കലും പുറത്തു പോവില്ലെന്ന് പ്രജിതാമ്മ മുത്തശ്ശനെ വാക്ക് കൊടുക്കുകയാണ്. ശരി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്ന് മുത്തശ്ശൻ വാക്ക് പറഞ്ഞ് അവിടെ നിന്ന് പോകുക കേട്ടോ. ശേഷം രേവതി നമ്മുടെ അലീൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചിയുടെ കയ്യിൽ ആ വീട്ടിലെ താക്കോലല്ല, ചേച്ചി വിചാരിച്ചാൽ ഇനി എന്ത് നടക്കും എന്നൊക്കെ പറയാണ്. ചേച്ചിയാണ് ഇനി കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടതെന്ന് പറയുമ്പോൾ അലീന അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. പക്ഷെ അത് എന്തിൻ്റെ കാര്യമൊന്നും നമുക്ക് പറഞ്ഞു തരുന്നൊന്നുമില്ല കേട്ടോ. അതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ രേവതി പറയുന്നുണ്ട്, നമ്മളെല്ലാവരും പ്രസവിച്ചത് ഒരു അമ്മയല്ലേ, എന്നെ പ്രസവിച്ചതും ചേച്ചിനെ പ്രസവിച്ചതും ഈ ചിന്നുമോളെ പ്രസവിച്ചതൊക്കെ ഒരു അമ്മയാണ്, നമ്മളെ കാണാൻ വേണ്ടി അവരൊരിക്കലും വരും ചേച്ചി നമ്മുടെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ് അലീനനെ രേവതി. ശേഷം നമ്മുടെ മനുക്കാണെങ്കിൽ നമ്മുടെ അലീനനെ കാണുമ്പോൾ തന്നെ എവിടെയോ ഒരു മുൻജന്മ സുഹൃതം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു തോന്നലൊക്കെ വരുന്നുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.